സ്റ്റേഡിയം അപകടത്തിൽ GCDAക്ക് ക്ലീൻ ചിറ്റ്. വേദി ഒരുക്കിയതിൽ സംഘാടകരായ മൃദംഗ വിഷ്ണു ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തൽ. പോലീസിനും ഇക്കാര്യത്തിൽ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല. കേസ് അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ വിഷയത്തിൽ ഇപ്പോൾ GCDAക്ക് ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതായത് ആ സമയത്ത് ഏത് തരം പരിപാടിയാണ് നടത്തുന്നത്, അവിടെ എത്രത്തോളം ആളുകൾ വരും, ഇങ്ങനെയൊന്നും അറിയാതെ ഈ സ്റ്റേഡിയം വാടകയ്ക്ക് കൊടുത്തതിനെ ചൊല്ലി, ഇത്ര നല്ലൊരു സ്റ്റേഡിയം ഇങ്ങനെ ഒരു പരിപാടിക്ക് കൊടുത്തതിനെ ചൊല്ലി, മറിച്ച് കായിക പ്രേമികളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ ആരോപണങ്ങൾ GCDAക്ക് നേരിടേണ്ടി വന്നിരുന്നെങ്കിലും അതൊന്നും അന്വേഷണ സംഘം ഒരു പ്രശ്നമായി കാണുന്നില്ല. മൃദംഗ വിഷ്ണു മാത്രമാണോ ഇപ്പോൾ തെറ്റ് സംഭവിച്ചുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്? ശ്രീജ, നമുക്കറിയാം ഉമാ തോമസിന്റെ വീഴ്ചയ്ക്കിടയായ സംഭവം. അതിന് പിന്നാലെ നടത്തിയ നമ്മൾ ന്യൂസ് 18 അടക്കം നടത്തിയ പരിശോധനയിൽ അവിടെ കൃത്യമായി GCDAക്കും പോലീസിന്റെ പരിശോധനയിൽ വീഴ്ച സംഭവിച്ചു എന്ന് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ പാലാരിവട്ടം പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ GCDAക്കും ഒപ്പം പോലീസിനും ക്ലീൻ ചീട്ട് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. അതിൽ പറയുന്നത് ഈ മൃദംഗ വിഷ്ണു മാത്രമാണ്, അതായത് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘടനയ്ക്ക് മാത്രമാണ് വീഴ്ച സംഭവിച്ചത്. ഇതിൽ 4 പേരുടെ അറസ്റ്റാണ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയത്. അതല്ലാതെ മറ്റാർക്കും ഈ ഉമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട ഇതിൽ പങ്കില്ല എന്നുകൂടിയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഏകദേശം 250ഓളം സാക്ഷിമൊഴികളും ഈ കുറ്റപത്രത്തിലുണ്ട്. എന്തായാലും GCDAക്ക് ക്ലീൻ ചീട്ട് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് പാലാരിവട്ടം പോലീസ് കുറ്റപത്രത്തിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. ഒപ്പം ഈ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2 കേസുകളായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഉമാ തോമസിന്റെ വീഴ്ചയ്ക്കിടയായ വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു, അവിടെ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന കേസും, മറ്റൊന്ന് ഈ മൃദംഗ വിഷന്റെ ഈ പരിപാടിയുടെ ചുമതലയുള്ള സംഘടനയായ മൃദംഗ വിഷന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസ്. അങ്ങനെ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം കുറ്റപത്രത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്ന്. ദിവ്യ ഉണ്ണിയെ ആയിരുന്നു ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി സംഘടന ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. ദിവ്യ ഉണ്ണി ഇപ്പോൾ അമേരിക്കയിലാണ്. അങ്ങനെയാണെങ്കിൽ ഓൺലൈനായിട്ടായിരിക്കും മൊഴി രേഖപ്പെടുത്തുക എന്നുകൂടി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ GCDAക്കും പോലീസിനും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന UDF അടക്കം വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒപ്പം പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് GCDAക്ക് ക്ലീൻ ചീട്ട് നൽകിക്കൊണ്ടുള്ള പോലീസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.